ഇന്നത്തെ എൻ്റെ സന്ദേശം പ്രവചിക്കുക, പ്രവചനം മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. പ്രവചിക്കുക, പ്രവചന ക്രിയ നടത്തുക. മൂന്നാമത്തേത് പ്രവചനം മുറുകെ പിടിക്കുക. ചില വാക്യങ്ങൾ വായിച്ചേച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം പ്രോഫറ്റിക്കായിട്ട് മാറണം. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നോട്ടത്തിനകത്ത് പോലും പ്രോഫസി വേണം. നെഗറ്റീവ് പറഞ്ഞാൽ അതും ഒരു പ്രോഫസി ആയിരിക്കും. ദൈവത്തിനൊരു പ്രോബ്ലം ഉണ്ട്, എന്തോ പറഞ്ഞാലും നടക്കും. കയ്യപ്പിടിച്ച് പറഞ്ഞ ദൈവത്തിനൊരു പ്രോബ്ലം ഉണ്ട്, ചുമ്മാ ഒന്നും പറയാൻ ഒക്കുകയില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രോബ്ലം. നമുക്കൊക്കെയാണ് ഇടയ്ക്കൊരു തമാശൊക്കെ, ആ നീല ഷർട്ടാന്ന് പറഞ്ഞാൽ നീല ഷർട്ടായിട്ട് മാറും. അത് ഞാൻ ചുമ്മാ പറഞ്ഞാന്നൊന്നും പറഞ്ഞ് ക്യാൻസൽ ചെയ്യാൻ ഒക്കുകയില്ല. ആ ദൈവം അകത്ത് വന്നവരാ ഇവിടെ ഇരിക്കുന്നവർ. അന്യഭാഷ പറഞ്ഞോളൂ, അന്യഭാഷ പറഞ്ഞോളൂ, അന്യഭാഷ പറഞ്ഞോളൂ, അന്യഭാഷ പറഞ്ഞോളൂ, അന്യഭാഷ പറഞ്ഞോളൂ. നിന്റെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്യഭാഷയ്ക്കകത്ത് വലിയ കാര്യങ്ങളുണ്ട്. അത് വിശ്വസിക്കുന്നവർ അന്യഭാഷ പറഞ്ഞോളൂ. ഇന്നേക്ക് 2000 വർഷം മുമ്പ് നാവിൽ നിന്ന് വന്ന അന്യഭാഷയ്ക്കകത്ത് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളുണ്ടെങ്കിൽ നിന്റെ വായിന്ന് വരുന്ന അന്യഭാഷയ്ക്കകത്ത് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന മക്കൾ കരമുയർത്തി അന്യഭാഷയിൽ പറഞ്ഞോളൂ. Raktura baushikere gaidisiania ledu romotere baishiti nikir gisiana boshe prabe liko saptel pramani gaisianda leko goro gosi prabe reva ha പറഞ്ഞോളൂ. അന്യഭാഷ കിട്ടിയിട്ടില്ലാത്തവർ അടുത്ത് നിൽക്കുന്ന കിട്ടിയവരോട് എൻ്റെ തലയിൽ നിന്ന് കൈവെക്കാൻ പറഞ്ഞാൽ മതി, ഇപ്പോൾ തന്നെ കിട്ടും. ഷബർബല ഘടക പ്രഭാതര തുരാജകനക പ്രഭാ ഷബ്രവേ ലിയാംതര ഭൗഷ പ്രഭാലക തുരാജകന അർബല യുവാക്കൾ മുഴുവൻ, ഇവിടുത്തെ യുവാക്കളെ മുഴുവൻ ഒരു വലിയ പ്രോഫറ്റിക് ലെവലിലേക്ക് കർത്താവ് നടത്തുകയാണ്. എല്ലാവരും വർഷിപ്പ് ടീമിലുള്ള കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ പ്രാർത്ഥിച്ചോളൂ. റാക്തുല വൈഷ പ്രഭാലക തുരാമന ഹതുരേ ഷംദർ ജാലക രഗടക പ്രഭൗഷ പ്രഭേലസിയാന്ത റോക്കോ ലോറോ കോഷ പ്രഭാലക സിയാം പ്രഭാലകസിയ പ്രമാന കട്ടുര സപ്തരവേ ഷിയാരബ റേഖോലാബ ശബ്ദരേ മാന പ്രഭാലകസിയാന്ത റേഖോലാബ ശബ്ദേ ആ കുഞ്ഞുങ്ങളെല്ലാം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോ, കരമടിച്ച് ആരാധിച്ചോ. പ്രബല രഗടക രഗസ്യ പ്രബാല ഗൗഷ പ്രബാല ദാര പ്രഭാസം തരോ നഗര ഗൗഡകര ഭക്ഷ്യ പ്രഭേ. ഇരുന്നാട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 22 മുതൽ 27 വരെ. ലൂക്കോസ് 4-ന്റെ 22 മുതൽ 27, അതിനുശേഷം 1 തെസ്സലോനിക്കർ 5-ന്റെ 19, 20, 21 നമ്മൾ വായിക്കും. ആദ്യം ലൂക്കോസ് 4-ന്റെ 22 മുതൽ 27 വരെ. എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. യേശുക്രിസ്തു തൻ്റെ സ്നാനത്തിനും പിശാചിനാലുള്ള 40 ദിവസത്തെ പരീക്ഷയ്ക്ക് ശേഷം ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിൽ മടങ്ങി വന്ന് താൻ വളർന്ന നസ്രത്തിൽ തൻ്റെ ലോക്കൽ ചർച്ചിൽ തൻ്റെ പള്ളിയിൽ വായിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, ഇന്നത്തെ പോലത്തെ കുത്തിക്കെട്ടിയിട്ടില്ല, അത് റോളാണ്, അത് തന്നെ വലിയൊരു ചുരുളാണ്. ആ ചുരുളെടുത്ത് യേശുവിൻ്റെ കൈ കൊടുത്തു. അവിടുത്തെ യൂത്തിൽ TNDയിലുള്ളൊരു പയ്യൻ എന്ന് പറയുന്ന പോലെ യേശുള്ള 30 വയസ്സുള്ള പയ്യൻ കഴിഞ്ഞ ഒരു 40 ദിവസമായിട്ട് കുറേ ആഴ്ചകളിൽ ഈ പയ്യനെ മീറ്റിങ്ങിന് കാണുന്നില്ല. പക്ഷേ ഈ തവണ വന്നപ്പോൾ ആളാകെ മാറിയിരിക്കുന്നു.
തൻ്റെ മുകളിൽ ഒരു സംഭവം ഇങ്ങനെ പറന്ന് നിൽക്കുക. ഇവിടുത്തെ യൂത്തിനോടെല്ലാം ഞാൻ പറയാം, അടുത്ത ആഴ്ച വരുമ്പോൾ ഈ ആഴ്ച വന്ന ആളായിരിക്കരുതെന്ന്. നിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരാളിങ്ങനെ പറന്ന് നിൽക്കുക. പിതാവിൻ്റെ കൂടെ ഇരുന്നു, യോർദാനിൽ പോയി സ്നാനപ്പെട്ടു, പിതാവിൻ്റെ കൂടെ ഇരുന്നു. ആത്മാവ് തൻ്റെ മേൽ വന്നു, ആത്മാവ് തന്നെ നയിക്കാൻ തുടങ്ങി. ആത്മാവിൽ നിറയും മാത്രമല്ല, ആത്മാവ് എന്ന് പറയുന്ന പോലെ ഇപ്പം ചെയ്യുള്ളൂ യേശു. മരുഭൂമിയിലോട്ട് പോകാൻ പറഞ്ഞാൽ മരുഭൂമി പോവും. അവിടെ സ്വിഗ്ഗിക്കകത്ത് ഓർഡർ ചെയ്താൽ കിട്ടുമെന്നൊന്നും കർത്താവ് നോക്കുകയില്ല. മരുഭൂമിയിൽ ഈ സൊമാറ്റോ ഉണ്ടോ എന്നൊന്നും എന്ത് ചെയ്യുന്നില്ല. മരുഭൂമിയിലോട്ട് പോകാൻ ഹോളി സ്പിരിറ്റ് പറഞ്ഞാൽ എന്ത് ചെയ്യുക? പോവുക. അവിടെ പോയി എന്ത് ചെയ്യുക? ഇരിക്കുക. ആത്മാവ് പറഞ്ഞതല്ലേ. ആത്മാവ് നിറഞ്ഞതും ആത്മാവ് പറഞ്ഞതും ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ സംഭവം അങ്ങ് മാറും. അപ്പം വേറെ ആരാണ്ട് പറയാൻ നമ്മൾ കാത്തിരിക്കുക. ആത്മാവ് പറഞ്ഞാൽ മതി. ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇപ്പോൾ അവരെന്താ പറയുന്നത്, ഇവരെന്താ പറയുന്നത് എന്ന് നമുക്ക് വലിയ ടെൻഷനാണ്. ആത്മാവ് പറയുന്നത് കേൾക്കാൻ ചെവി കൂർപ്പിക്കുന്ന നീ ഒരു അത്ഭുതമായി മാറാൻ പോവാണ്. നിൻ്റെ തലമുറ ഒരു അത്ഭുതമായി മാറാൻ പോവാം. ഇവിടെ ഒരു യൂത്തിൻ്റെ കാര്യം എഴുതിയിരിക്കുന്നത്. യൂത്തിൻ്റെ പേര് യേശു എന്നാണ്. 30 വയസ്സേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. ഇന്നലെ ഞാൻ ഈ വൈകിട്ടത്തെ ബൈബിൾ സ്കൂളിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ അപ്പം നീനായും ജൂനിയായും കൂടെ അത്യാവശ്യം കോട്ടയത്തിന് പോന്നു, ബെന്നും പോന്നു. ഞാൻ മാത്രമുള്ള കഥ കടച്ചിട്ടേച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് ഇരുന്ന് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ക്ലിങ്ങുന്ന ഒരച്ഛ. എന്നാൽ ഒരു സഹോദരി ഒരു മോനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിരിക്കുക. പുള്ളിക്ക് ഉറക്കമില്ല, പരീക്ഷയുടെ ടെൻഷൻ കരുതുക. എന്തുവാ? പിള്ളേരെല്ലാം കൂടെ പറഞ്ഞ് പേടിപ്പിച്ചു. മോനെ പരീക്ഷ ഉദ്ദേശിക്കുന്ന പരീക്ഷയല്ലെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു? കൊച്ചനെ പേടിപ്പിച്ചു. കൊച്ചനാകെ വരുണ്ടു. ബെന്നിനെ കാണാൻ വന്നതാണ്. ബെന്നിന് അപ്പനെ ഉണ്ടായിരുന്നുള്ളൂ. ഉടനെ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരി, എനിക്ക് അവിടെ ഇപ്പം ബൈബിൾ സ്കൂളാണ്, എങ്കിലും പെട്ടെന്ന് മോനോട് 2 കാര്യം പറഞ്ഞു. മോനെ, ഞാൻ പറഞ്ഞു നീ അങ്ങ് തോറ്റോട്ട്, മാക്സിമം അത്രയല്ലേ നടക്കുകയുള്ളൂ, നീ അങ്ങ്. മോൻ അഭിഷേകം പ്രാപിച്ചാണോ എന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങളൊക്കെ വിശ്വാസി വന്നപ്പോൾ മോൻ ഏത് കോഴ്സാണ് പഠിക്കുന്ന നല്ല ദൈവദാസൻ ചോദിച്ചാൽ അഭിഷേകം പ്രാപിച്ചാണോ? ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളോടും ഞാൻ പറയാം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വാല്യൂ സിസ്റ്റം തെറ്റരുത്. നമ്മളിന്ന് കുഞ്ഞുങ്ങളെ, ഞാൻ ഇന്നാളും ആ തമാശ രീതിയിൽ പറഞ്ഞ് ഒന്നുകൂടെ പറയാം, കുഞ്ഞിങ്ങോട്ട് പറന്ന് വീഴുമ്പം പണ്ട് പൊന്നും തേനും കൊടുക്കുക. പൊന്നും തേനും എന്ന് പറഞ്ഞാൽ പണവും ആരോഗ്യമൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഇപ്പോൾ കുഞ്ഞ് പറന്ന് വീണ ഉടനെ പൊന്നും തേനുമില്ല, ചെവിയിൽ ചോദിക്കുന്ന കാനഡയിലാണോ UK പോകുന്നതെന്ന്. ഐ എം വെരി സീരിയസ്. ഇത് പറഞ്ഞ് ഈ കുഞ്ഞിനെ ഇങ്ങനെ ടെൻഷൻ കയറ്റി വളർത്തുക. എന്ന് കാണും എൻ്റെ നാഥനെ പറഞ്ഞാൽ എന്ന് കാണും കാനഡയിൽ നിന്ന് കൊച്ചു പാടുന്നത്. ഞങ്ങളവിടെ പോയിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പം നമ്മൾ അവരുടെ അകത്തോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ കുഞ്ഞ് ജീസസ് സ്കൂളിൽ പോയില്ലേ നമുക്കൊരു ടെൻഷനും. ഇപ്പോൾ കോഴഞ്ചേരിയിലെ മാതാപിതാക്കളെല്ലാം പൊട്ടിക്കരഞ്ഞ് മാനസാന്തരപ്പെട്ട് ഞാൻ അടക്കമുള്ള പേരൻ്റ് എന്നിട്ടാണ് ഞാനിവിടെ വരുന്നത്. വാകത്താനത്തെ ഏറ്റവും വലിയ സാമ്പത്തികമുള്ളൊരു വീട്ടിലാണ് ഞാൻ പറഞ്ഞത്. പൈസ എല്ലാം ഒന്നാണ് പഠിച്ചത്. നമ്മളീ പിള്ളേരോട് പറയുന്ന, മോനെ പൈസയാണെല്ലാം, ജോലിയാണെല്ലാം, കാനഡയാണെല്ലാം. കോടാകോടി ഗോളങ്ങളെ സൃഷ്ടിച്ചവൻ അവൻ്റെ രക്തം കൊടുത്ത ഹോളി സ്പിരിറ്റ് മേടിച്ച് നിനക്കതിന് വിലയില്ലല്ലേ? കൊച്ചഭിഷേകം പ്രാപിച്ചില്ലെന്ന് നമുക്ക് പ്രയാസമില്ല, കൊച്ചു വചനം വായിച്ചില്ലെന്ന് നമുക്ക് പ്രയാസമില്ല.
മാനസാന്തരപ്പെടണ്ടേ? വേണോ വേണ്ടയോ? നമ്മളാണ് അവർക്ക് വാല്യൂ സിസ്റ്റം കൊടുത്തത്. നമ്മൾ എന്തിനു വില മതിക്കുന്നത് അതിനെ അവരും വില മതിക്കത്തുള്ളൂ. മാതാപിതാക്കൾ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ട്, കയ്യെപ്പിടിച്ച് മാതാപിതാക്കൾ നമ്മെ പറഞ്ഞാട്ട്, നീ എന്തിനു വില കൊടുക്കുന്നു? നീ ആത്മീയത്തിന് വില കൊടുക്കുന്നത് ആര് കാണണം? പണ്ട് ഞാനൊരു സെമിനാറിന് പോയപ്പോൾ മനുഷ്യർ നമ്മൾ പറയുന്നത് ചെയ്യത്തില്ല, കാണിക്കുന്നത് ചെയ്യത്തുള്ളൂ എന്നൊരു ഉദാഹരണം കാണിച്ചത്. എന്നിട്ട് പുള്ളി പറഞ്ഞു, എല്ലാവരും ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മൂക്കെ പിടിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചു. പിന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഇങ്ങനെ വെച്ചു. അടുത്തിരിക്കുന്ന നിങ്ങൾ പറയുന്നത് അവരനുസരിക്കത്തില്ലെന്ന് പറഞ്ഞാട്ട്, നിങ്ങൾ കാണിക്കുന്നതേ ഇവർ കാണിക്കത്തുള്ളൂ. പണ്ടൊരു ഉപദേശി ഒരു കോളേജിൻ്റെ വാതിൽക്കൽ നിന്ന് എല്ലാ ദിവസവും പ്രസംഗിക്കും. സ്വർഗമുണ്ട്, നരകമുണ്ട്, മാനസാന്തരപ്പെടണം, സ്വർഗത്തിൽ പോകണം. ഒരു പിള്ളേരും കേൾക്കത്തിൽ ഉപദേശം കളിയാക്കി വെച്ച് പോവും. ഒരിക്കൽ ഒരു പയ്യൻ രക്ഷിക്കപ്പെട്ടു. അന്ന് ഉപദേശിച്ച് ചോദിച്ചാൽ എൻ്റെ എന്നത്തെ പ്രസംഗം കേട്ടാൽ മോൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു. ഉപദേശിയുടെ ഒറ്റ പ്രസംഗവും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല, എനിക്കത് പിടികിട്ടിയിട്ടില്ല. പക്ഷെ ഉപദേശി പറയുന്ന സ്വർഗവും നരകവും ഉണ്ടോ എന്നറിയാൻ ഞാൻ ഉപദേശിയുടെ വീട്ടിൽ വന്ന് നോക്കി. ഉപദേശിയുടെ ദൈവഭയവും ജീവിതം കണ്ടപ്പോൾ എനിക്ക് പിടികിട്ടി, ഉപദേശി ഒരു സ്വർഗം വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പാസ്റ്റർമാരോട് പറയുമ്പോൾ പ്രസംഗകരാകാനല്ല, ഇടവകകൾക്ക് മാതൃകകളായി അധ്യക്ഷത ചെയ്യുക. നീ കാണിക്കുന്ന അവർ കാണിക്കുകയുള്ളൂ. പ്രൈസ് ലോർഡ്. മക്കളെ സങ്കീർത്തനം വായടാ, വൈകിട്ടായടാ, പ്രാർത്ഥിക്കണം. എന്നിട്ട് അമ്മയും അപ്പനും വരുന്നുണ്ട്, ഇതേലിരുന്ന് തേച്ചാൽ അവരും തേക്കത്തേ ഉള്ളൂ. അവർക്ക് മനസ്സിലായി തേപ്പിനകത്താണ് സാധനം ഇരിക്കുന്നത്. തേച്ച് ഭൂതം കയറി ഇവിടെ വരിക പ്രാർത്ഥിക്കാം. ഫേസ്ബുക്കിൽ പോയി തേച്ചതാ. എന്നിട്ട് പാതിരായ്ക്ക് വരെ പൊങ്കച്ചിറങ്ങി പൊക്കോളുക. ഏത് ചെറുക്കം വിളിച്ചാലും പോകുന്നു. ഇവിടെ വന്ന് പറഞ്ഞ സ്പോർട്സ് കൗൺസിൽ. എന്നിട്ട് അവൾ കൈ മുറിക്കുക. അപ്പനും അമ്മയെ തന്നെയാണ് തേച്ച് പഠിപ്പിച്ച. തേച്ചോട്ടെ, പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണമെന്നും കൂടെ പറഞ്ഞു കൊടുക്കണം. മാനസാന്തരപ്പെടേണ്ടേ ഞാൻ അടക്കമുള്ളവർ വേണമെന്ന് തോന്നുന്നവർ കൈ ഉയർത്തി കർത്താവേ സഹായിക്കണമെന്ന് പറ. വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ വന്നിരിക്കും, വല്ലാത്തൊരു ലോകത്ത്. നമ്മൾ പറയുന്നതല്ല ആരും കേൾക്കുക, പിന്നെ നമ്മൾ ചെയ്യുന്നതേ കേൾക്കത്തു. അത് വളരെ ഗൗരവത്തോടെ എടുത്തോണം. ഇമിറ്റേറ്റ് മീ എന്നാണ് പറഞ്ഞു, എൻ്റെ പ്രസംഗം കേൾക്കാനല്ല പറഞ്ഞു. അതുപോലെ ഇന്നലെ ആ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ അപ്പനും അമ്മയോടും ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളോട് വിദ്യാഭ്യാസം ഏറ്റവും വലിയ നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ വിദ്യാഭ്യാസത്തെ ഒട്ടും ചെറുതായിട്ട് കാണരുത്. എല്ലാ കുഞ്ഞുങ്ങളോടും ഞാൻ പറയാം, പഠിച്ചോണം, നന്നായിട്ട് പഠിച്ചോണം. പക്ഷെ ഒന്നാമത് അഭിഷേകവും വചനവും. വീണ്ടും ഞാൻ പറയാം, ഒന്നാമത് അഭിഷേകവും വചനവും. ഒന്നാമത് കാനഡ അല്ല, ഒന്നാമത് മെഡിക്കൽ കോളേജ് അല്ല, ഒന്നാമത് എഞ്ചിനീയറിംഗ് അല്ല, ഒന്നാമത് യേശു. മാനസാന്തരപ്പെടാം. നമുക്ക് മാനസാന്തരപ്പെടാൻ ഇഷ്ടമുള്ള ഒരു കൈ ഉയർത്തി, യേശുവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറ. ജീസസ് സ്കൂൾ നടന്നില്ലേലും ഒരു കുഴപ്പമില്ല, ഈ സ്കൂളിൽ വിട്ടില്ലേലും ഒരു കുഴപ്പമില്ല. അയ്യോ പഠിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പം. അങ്ങനെ കൊച്ച് കൂട്ടുകാരോട് പറഞ്ഞടാ, ഈ തവണത്തെ പരീക്ഷ ഭയങ്കര ടെൻഷൻ കയറി, അവന് ഉറക്കമില്ല. ഈ 2 വഴക്ക് ഞാൻ അവനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു പാപം ചെയ്തു മോനെ എന്ന്. എന്താന്ന് ചോദിച്ചു. അതെ, യേശു മോനെ നടത്തും. ഈ പഠിത്തത്തിൻ്റെ കർത്താവ് യേശുവാ. സ്കൂളിൽ പഠിപ്പിക്കാൻ വിട്ടത് യേശുവാ. ആ കർത്താവ് പഠിപ്പിക്കുകയും കൂടെ ചെയ്യും.
എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് കേട്ടതിനോട് ക്ഷമിക്കണമേ. എനിക്കുള്ള മാർക്ക് മതി, എൻ്റെ യേശോപ്പച്ചൻ്റെ കൂടെ പോകും, എനിക്ക് നല്ല മാർക്ക് കിട്ടും, യേശോപ്പച്ചൻ തരുന്ന മാർക്ക് കിട്ടും എന്നെല്ലാം പറഞ്ഞ് അവൻ്റെ മനസ്സ് ഫ്രീ ആയി. പ്രാർത്ഥിച്ചപ്പോൾ ഞെട്ടി താഴെ ഞാൻ പിടിച്ചു നിർത്തി. വേർക്കുന്ന കണ്ടു. ഇപ്പോൾ ഇവിടെ വന്ന വഴിക്ക് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. ഫ്രീ ആയി. മീറ്റിംഗ് കൊണ്ട് കഴിഞ്ഞിട്ട് എഴുന്നേറ്റപ്പോൾ അടുത്ത കൊച്ചിനെയും കൊണ്ട്, മോളെയും കൊണ്ട്, ഇപ്പോഴത്തെ രീതിക്ക് അത് മെഡിക്കൽ കിട്ടാൻ വേണ്ടി ശനിയും ഞായറും ആരാധനയ്ക്ക് പോലും പോകാനൊക്കത്തില്ല. ഈ മെഡിക്കൽ എൻട്രൻസിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുക. ആ കൊച്ച് നല്ലൊരു കൊച്ച്. ഈ രണ്ട് പിള്ളേരും നല്ല അഭിഷേകമുള്ള പിള്ളേരാണ്. അവരെയും പറഞ്ഞ് ആരാണ്ടെല്ലാം പേടിപ്പിച്ച് വലിയ പ്രശ്നമായി. അത് ആകെ വിഷയമായിരിക്കുക. പ്രാർത്ഥിച്ചു, അവരോട് ചോദിക്കാൻ പറ്റിയില്ല. ഫ്രീ ആയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഫ്രീ ആയി ചിരിച്ച് സന്തോഷിച്ചാൽ പോയി. ഒന്നും കഴിക്കാൻ മേല. കയ്യെ പിടിച്ച് പറ, ആദ്യ യേശു, ആദ്യം വചനം. മുറുകെ പിടിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും 2 വീഡിയോ. അത് റെഡിയാണോ മോനെ? കാണിക്കാൻ പറ്റുമോ? റെഡിയാണ്. എന്നാൽ ഗൗരിമോളുടെ വീഡിയോ ഒന്ന് കാണിച്ചു. മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഗൗരി. 2019 +2 റിസൾട്ട് വന്നപ്പം എനിക്ക് 1200 കൊമേഴ്സിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ലഭിച്ചു. എല്ലാ മഹത്വവും കർത്താവിന്. ഗുഡ് ഫോർ നത്തിങ്ങിനും വേഴ്സ്റ്റ് സ്റ്റുഡൻറ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിൻ്റെ ഏറ്റവും കോർണറിൽ മാറ്റി നിർത്തിയൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അവിടെ നിന്ന് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവാണ്. എല്ലാ മഹത്വവും യേശുവിന്. എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, എൻ്റെ അമ്മ ഒരിക്കൽ തോമസ് ട്രെങ്കിൽ ഒരു മെസ്സേജ് കേട്ടു, നിങ്ങളുടെ മക്കള് ഞാങ്ങളെ പോലെ ആടുന്നവരായിരിക്കും, ഐ വിൽ മേക്ക് ദം ചിൽഡ്രൻ ഓഫ് തണ്ടർ, നിങ്ങളുടെ മക്കളെ ഇടിമക്കളാക്കുന്ന. ആ വചനം അമ്മ ഏറ്റെടുത്തു. അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് അമ്മ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഗൗരിമോള് വളർന്നു, ഞാനും നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവളുടെ മേലുണ്ടായിരുന്നു എന്ന്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അയക്കപ്പെട്ട വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരുന്നില്ല എന്ന്. എൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഏറ്റവും വേഴ്സ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്ന ഞാൻ ആ വർഷം സ്കൂളിലെ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയിട്ട് മാറി. അത് കഴിഞ്ഞ് 10th പഠിക്കുമ്പം കേരള കലോത്സവത്തിൽ ഇംഗ്ലീഷ് റെസിറ്റേഷന് സ്റ്റേറ്റ് ഫസ്റ്റ് ലഭിച്ചു. 10th ഫുൾ A+ ലഭിച്ചു. 10th കഴിഞ്ഞ് എന്തെടുക്കണം കർത്താവേ, സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നൊരു ഡൗട്ടായിരുന്നു. എല്ലാവരും നമ്മുടെ ലൈഫിൽ സജഷൻസും ഒപ്പീനിയൻസും അഡ്വൈസസും തരും. പക്ഷെ നമ്മുടെ ഫൈനൽ വേർഡ് നമ്മുടെ അപ്പൻ്റെ കൂടെ ആയിരിക്കണം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ എന്നാ എടുക്കണ്ടേ? കർത്താവ് എനിക്കങ്ങനെ ആലോചന കിട്ടി. ഞാൻ കൊമേഴ്സ് എടുത്തു. എനിക്കറിയത്തില്ലായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു കൊമേഴ്സ് പഠിക്കാൻ. ഞാൻ അങ്ങനെ കൊമേഴ്സ് എടുത്തു. +2 എൻ്റെ മാർക്ക് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായേ എൻ്റെ കർത്താവ് എന്നെ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. കാരണം ആദ്യമായിട്ട് കേരളത്തിൽ 1200 മാർക്ക് കർത്താവ് എനിക്ക് നൽകി. എവിടെ നിന്നിച്ചോ, എവിടെ അപമാനിക്കപ്പെട്ടോ അവിടെ എന്നെ കർത്താവ് ഉയർത്തി മാനിച്ചു. അവൻ്റെ സ്നേഹം, കർത്താവ് എത്ര സ്നേഹവാനാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നമ്മൾ പേടിക്കേണ്ട, നമ്മുടെ കൂടെ ആരാ ഉള്ളതെന്ന് വെച്ചാൽ കർത്താവാണ്. ഇന്ന് ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ഡൽഹി യൂണിവേഴ്സിറ്റി മിറാൻഡ കോളേജിലെ ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റാണ്, BA ഇംഗ്ലീഷ്. ഇവിടെ വരെ ഞാൻ നിൽക്കുന്നുണ്ടോ? എൻ്റെ ധൈര്യം, എൻ്റെ സന്തോഷം. പഴയതാണ്. കഴിഞ്ഞ ദിവസം നിർത്തിക്കോളൂ. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ബാംഗ്ലൂരിൽ ശുശ്രൂഷിച്ചായിരുന്നു. അത് കുറച്ച് വർഷം മുമ്പത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അമ്മ കേട്ട ഒരു ദൂത് ഏറ്റെടുത്തു, മുറുകെ പിടിച്ചു. ഉറക്കെ പറഞ്ഞാട്ട് മുറുകെ പിടിച്ചു. എന്നിട്ട് എല്ലാ ദിവസവും അമ്മ ഒരു പ്രോഫറ്റിക് ആക്ട് ചെയ്യും. അപ്പം അമ്മ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് അവർ പറഞ്ഞ് ഈ സ്കൂളിൽ നിന്ന് മാറ്റിക്കോ, ഇവള് ഗുഡ് ഫോർ നത്തിങ് ആണ്, ഒക്കെ പഠിക്കാനുള്ള കഴിവില്ല, ഒക്കെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് എൻ്റെ ഒരു പ്രസംഗം കേട്ടു, നിങ്ങളും കേട്ടിട്ടുള്ളൊരു പ്രസംഗമായിരിക്കും. യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ പേരിട്ടു. പാറ എന്ന പത്രോസിനെ വിളിച്ചു. ഞാങ്ങണ പാറ, അതാ അവൾ ആ കൊച്ചു മോള് പറഞ്ഞ്, ഞാങ്ങണ എന്ന പേരുണ്ടായിരുന്നവനെ കർത്താവ് എന്ത് വിളിച്ചു? പാറ. അപ്പം ആ പേര് വിളിക്കലൊരു പ്രോഫറ്റിക്കാണ്. ഈ പ്രോഫറ്റിക് എന്ന് പറഞ്ഞ ഉടനെ ഒരു ദൈവദാസൻ, ഒരു പ്രോഫറ്റ് എന്ന് പറയുന്ന പ്രൊഫസി മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഈ ബൈബിളിലെ ഓരോ വചനവും പ്രോഫറ്റിക്കാ. ആ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ദിസ് ഈസ് എ പ്രോഫറ്റിക് ബുക്ക്. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് പറയുകയാണ്. ഈ പ്രവചന പുസ്തകത്തിൽ, കര ഉയർത്തി പറ, ഈ പ്രവചന പുസ്തകത്തിൽ
ഏത് വചനവും വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അത് ചെയ്യുന്നവനും ഭാഗ്യവാൻ. നമുക്കൊരു തെറ്റ് പറ്റി. നമ്മൾ പത്രത്തിലാണ് സാധ്യതകൾ നോക്കുന്നത്, നമ്മൾ ഗൂഗിളിലാണ് സാധ്യതകൾ നോക്കുന്നത്. നമ്മുടെ സാധ്യതകൾ മുഴുവൻ ഇതിനകത്തുണ്ട്. ഇതിനകത്തെ ഒരു വാക്ക് നിനക്ക് കിട്ടിയാൽ കിട്ടിയതാ. ഇതിനകത്തെ ഒരു വചനം റീമായി നിന്റെ ഹൃദയത്തിൽ കയറിയതാ. ഇന്നിവിടെ റോണക്ക് ശുശ്രൂഷിച്ചപ്പോഴോ കുഞ്ഞുങ്ങൾ ഇവിടെ ശുശ്രൂഷിച്ചപ്പോഴോ ഞാൻ പറയുമ്പോഴോ ഇതിനകത്തെ ഒരു വചനം നിന്റെ അകത്ത് വീണാൽ ഇരിപ്പതാണ്. അതിനകത്ത് നിനക്ക് വേണ്ടത് മുഴുവനുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അപ്പം ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സ്തോത്രം, അതൊരു പ്രൊഫസിയാണ്. നാട്ടുകാർ നിന്നെ ശപിച്ചതൊരു പ്രൊഫസിയാ, പിശാചിന്റെ പ്രൊഫസിയാ. ജാതകം എന്ന വാക്കിന്റെ അർത്ഥം ജാത്യ, ജന്മവുമായി ബന്ധപ്പെട്ടതെന്ന്. നീ ജനിച്ചയാളല്ല, നീ വീണ്ടും ജനിച്ചയാള്. വീണ്ടും ജനിച്ചയാളുടെ ജാതകം. ദ്വിജൻ, ഈ പൂണൂലിടുന്ന ബ്രാഹ്മണർ ആ പൂണൂലിടുന്നതിന് ദ്വിജനാകുക എന്നാ പറയുന്നത്, രണ്ടാമത് ജനിക്കുക. മനസ്സിലായല്ലോ? നിന്റെ വീട്ടിലെ ശാപത്തിലല്ല നീ ജനിച്ചേക്കുന്നത്. നിന്റെ അപ്പച്ചൻ്റെ രോഗം നീ പിടിക്കണ്ട, നിന്റെ അമ്മച്ചിയുടെ സ്വഭാവം നീ പിടിക്കണ്ട. നിന്റെ വീട്ടുകാർ മുഴുവൻ മുൻകോപക്കാരായിരിക്കും, പക്ഷേ ക്രൂശിൽ നിനക്കൊരു വീണ്ടും ജനനം നടന്നു. നിന്റെ വീട്ടിൽ മുഴുവൻ ഡിവോഴ്സാ, നീ ഡിവോഴ്സ് ചെയ്യത്തില്ല. നിന്റെ വീട്ടിൽ അപ്പൻ്റെ അമ്മയ്ക്ക് മെന്റല്, അവിടുത്തെ ആൻറ്റിക്ക് മെന്റല് നിനക്കുണ്ടാകത്തില്ല. നീ ഏത് ജാതകം എടുക്കുന്നോ അതേ നിനക്ക് നടക്കത്തുള്ളൂ. ദൈവമക്കളുടെ ജാതക പുസ്തകം ഒന്ന് പൊക്കി പിടിച്ചിട്ട് പറഞ്ഞാട്ടെ, ഇതെൻ്റെ ജാതകമാണ്, ഇതെൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടതാ, എൻ്റെ വീണ്ടും ജനനവുമായി ബന്ധപ്പെട്ട പുസ്തക ചുരുളിൽ. ഉറക്കെ പറയൂ, ഉറക്കെ പറയൂ, ഉറക്കെ പറയൂ. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച്. ഇത് രാവിലെ പത്രം എടുത്തിട്ട് പത്രത്താളിൽ എന്നെ കുറിച്ച് എഴുതിയെന്ന് പറഞ്ഞ് നീ വ്യാപാര നിലവാരം നോക്കുക. അവിടെയല്ല നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിനകത്ത് നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അതിനകത്തെ ഒരു വാക്ക് ഗൗരവത്തോടെ എടുത്താൽ നിനക്കും നിന്റെ തലമുറയ്ക്കും ആ വചനമേ നടക്കത്തുള്ളൂ. ആർക്കും അത് തടയാനൊക്കത്തില്ല. ലോകത്തിലൊരു കുഞ്ഞിനും അത് തടയാനൊക്കത്തില്ല. ഒരു ചെങ്കടലിന് അതിൻ്റെ മുമ്പിൽ ഒഴുകാനൊക്കില്ല. ഒരു യോർദാന് അതിൻ്റെ മുമ്പിൽ ഒഴുകാനൊക്കത്തില്ല. നീ എടുത്തിരിക്കുന്ന പെട്ടകം നിന്റെ തോളയിലുണ്ടോ, നീ പോകുന്ന വഴിയിൽ ആമേൻ ആമേൻ എല്ലാ തടസ്സങ്ങളും നിന്റെ മുമ്പിൽ മാറിപ്പോകും. കരമടച്ച അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചോളൂ. റബല രഗട രഗദ രഗട രക്ത രക്ത. കരമടിച്ച ആത്മാവിൽ ശക്തിയോടെ. പ്രവചനം ആർക്കും നടത്താനൊക്കത്തില്ല. നിനക്ക് മാത്രമേ നിന്റെ പ്രവചനം പോസിബിൾ ആക്കാനൊക്കത്തു. വീണ്ടും ഞാൻ പറയാം, നിനക്ക് മാത്രമേ. 66 പുസ്തകങ്ങളിൽ 66,000 പ്രവചനം ഉണ്ടെങ്കിലും ടീജോ പാസ്റ്ററോ വലിയ പ്രോഫറ്റ്സോ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ പ്രവചിക്കാൻ തുടങ്ങി. അവരെല്ലാം പ്രവചിച്ചാലും പ്രവചനം നടപ്പാക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി നീ മാത്രമാ. കാര്യമൊന്ന് അടിച്ചാർപ്പോടെ കർത്താവിനെ സ്തുതിക്കാം. ശക്തിയോടെ കരം അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ശക്തിയോടെ ആരാധിച്ചാട്ടെ. ചെങ്കടൽ പിളർന്നു വഴിതരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ഓ ചെങ്കടൽ പിളർന്നു വഴിതരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. കയ്യെ പിടിച്ചു പറ, പ്രോഫറ്റിക് ആക്ട് ആയിട്ടുള്ള വടി കൈ വേണമെന്ന് പറ. ലോകം നിന്നോട് ചോദിക്കും, സ്വർഗീയവരിന്ന് പോയിട്ട് ഒരു വടിയും കിട്ടിയില്ലേ? പക്ഷെ കർത്താവ് നിനക്കൊരു വടി അങ്ങ് തരും. ഓ ചെങ്കടൽ പിളർന്നു വഴിതരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ഓ ചെങ്കടൽ പിളർന്നു വഴിതരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും.
യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ സ്വത്രം പറ. ചെങ്കടൽ ഒരു പ്രോഫറ്റിക് ആക്ടിന്റെ മുമ്പിൽ രണ്ടായി എന്ന് പറ. ഒന്ന് പറഞ്ഞാട്ടെ. യോർദാൻ തോളൽ ഒരു പെട്ടകം വേണം. ആ പെട്ടകമായിരിക്കുന്നേ അതുമായിട്ട് മുമ്പോട്ട് പോയാൽ യോർദാൻ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. അന്നേരം എരിഹോ മതിൽ ആര് കെട്ടിവെച്ചാലും നിന്റെ നാവിൽ പ്രോഫസിയുടെ പാട്ടുണ്ട്, പ്രോഫസിയുടെ ആർപ്പുണ്ട്. അതിട്ടോണ്ട് വട്ടത്തിലും കൊണ്ട് നടക്കുമ്പോൾ അവൻ മുഴുവൻ ഇടിഞ്ഞ് താഴെ കിടക്കും. ഓ ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ഓ ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ഓ എരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ എരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തെ ആർത്തിടുമ്പോൾ ഓ ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, അന്നു കണ്ട കഷ്ടം ഇനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, അന്നു കണ്ട കഷ്ടം ഇനി വരികയില്ല. അയ്യെ പിടിച്ചു പറ. അത് തങ്കു ബ്രദർ നിരൂപിച്ചാൽ നടക്കത്തില്ല, നിങ്ങൾ തന്നെ നിരൂപിക്കണം. തങ്കു ബ്രദറിന്റെ മതിൽ ഇടിച്ചോണ്ടിരിക്കുക. അയ്യെ പിടിച്ച് പറഞ്ഞാട്ട് നിങ്ങളുടെ മതിൽ നിങ്ങൾ വേണം ഇടിച്ചോണമെന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ബ്രദർ വന്നങ്ങോട്ട് തലേ കൈവെക്കുമ്പോൾ അങ്ങനൊന്നും ഇടിയത്തില്ല. നീ ആർപ്പിടേണ്ടത് നീ ആർപ്പിടണം, നീ ചെല്ലേണ്ടത് നീ ചെല്ലണം. നീ ആ ചിലതിനകത്തോട്ട് ആ തീക്കകത്തോട്ട് അങ്ങ് ചെന്നേക്കണം. ആമേൻ. ചില സിംഹങ്ങൾ നിന്നെ കുഴിന്ന് മാറ്റാതെ ഇന്ന് സിംഹത്തിന് ഡിന്നറും കഴിക്കാനൊക്കത്തില്ല, ബ്രേക്ക്ഫാസ്റ്റും വാ പൂട്ടിപ്പോയി. ഓ ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ഓ ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ഓ എരിഹോ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ എരിഹോ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ ഓ ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, അന്നു കണ്ട കഷ്ടം ഇനി വരികയില്ല. ഓ ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, അന്നു കണ്ട കഷ്ടം ഇനി വരികയില്ല. പാദത്തിന്റെ കൂടാരത്തിനടുക്കയില്ല, പാദത്തിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ഈ പാട്ടൊരു പ്രോഫസിയാണ്. ഈ പാട്ടൊരു പ്രോഫസിയാന്ന് മനസ്സിലാക്കുന്നവർ പ്രോഫറ്റിക്കായിട്ടൊന്ന് പാടിക്കേ. മലകൾ ഇടിച്ചു നിരത്തും അവൻ, ഓ മലകൾ ഇടിച്ചു നിറക്കും അവൻ, കുന്നുകളെ തവിട് പൊടിയാക്കിടും. ഓഹോ അടിപൊളിയായി, അടിപൊളി ലൈനുകളാ. മലകൾ ഇടിച്ച് നിരത്തുക, കുന്നുകളെ തവിട് പൊടിയാക്കുക. കയ്യപ്പിടിച്ച് പറ, നിന്റെ കുടുംബത്തിന് ഇതൊക്കെയാ ചേർന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ കുടുംബം ഇതൊക്കെ ചെയ്യുന്ന കുടുംബം എന്ന് പറഞ്ഞിട്ട് ഓ മലകൾ ഇടിച്ചു നിരക്കും അവർ, കുന്നുകളെ തവിട് പൊടിയാക്കിടും. ഓ മലകളെ ഇടിച്ചു നിറക്കും അവർ, കുന്നുകൾ തവിട് പൊടിയാക്കിടും. സൈന്യത്തിൻ നായകന്റെ കൂടെയുള്ളപ്പോൾ ശക്തികൾ നിന്നെ തൊടുകയില്ല. ഓ സൈന്യത്തിന്റെ നായകൻ കൂടെയുള്ളപ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല. ഓ ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, അന്നു കണ്ട കഷ്ടം ഇനി വരികയില്ല. ഓ ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ശക്തിയോടെ അന്നു കണ്ട കഷ്ടം ഇനി വരികയില്ല. ഓ പാദത്തിന്റെ കൂടാരത്തിനടുക്കയില്ല, ഓ പാദത്തിന്റെ കൂടാരത്തിനടുക്കയില്ല. എന്റെ കാലുകൾ ഇടറുകില്ല, എന്റെ കാലുകൾ ഇടറുകില്ല. ഓരിക്കല നിരവശപ്പറ ദിഗല ദിഗല റൗഡരാജാലേ ദിഗലേ സുരമരംഗരാജാലേ രുരരാ സുരമരംഗരദരേ ഓരിഗലജാരിഗ ബബരംബരാജാലേ സുരജാലാദിഗ ബബരിഖരാജാലേ സുരബാലാദിഗ രാജാ ദുരബാബാലേ സുരജാലാദിഗ ബബരംഗരാജാല. ഓ ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, അന്നു കണ്ട കഷ്ടം
കാണുകയില്ല, അന്നു കണ്ട കഷ്ടം ഇനി വരികയില്ല. ഓ പാദം നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ഓ പാദം നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ഹല്ലേലൂയ. വായിക്കാം, ഇരിക്കാം. എല്ലാവരും അവനെ പുകഴ്ത്തി. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ ജോസഫിൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അഭിഷേകം പ്രാപിച്ചു വന്ന യേശുവിനെ കണ്ടപ്പോൾ പള്ളിക്കാർക്കെല്ലാം ഒരു മാറ്റം. എടാ, നമ്മുടെ ആശാരി ജോസഫിൻ്റെ മോനല്ലേ? ഇവൻ കഴിഞ്ഞ 5-6 ആഴ്ച ഇവിടെ ഇല്ലായിരുന്നല്ലോ. 6 ശനിയാഴ്ച വന്നില്ല. എവിടെ പോയതാണേലും വന്നപ്പോൾ ആൾക്കൊരു ഭയങ്കര മാറ്റം. കയ്യപ്പിടിച്ചവർ എപ്പോഴും ഈ മനുഷ്യൻ്റെ കൂടെ നടക്കാതെ കർത്താവിൻ്റെ കൂടെ പോയി ഇരുന്നേച്ച് വരാം. ചുമ്മാ ഉള്ള അവർ പറയുന്ന ഇവർ പറഞ്ഞെല്ലാം കേട്ട് പിള്ളേരോടാ പറയുന്നു. ഇവിടുത്തെ യൂത്ത് ഇപ്പം എന്നോടൊരു വലിയ പ്രൊഫറ്റ് ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ദൂത് പറഞ്ഞു, ഇവിടുത്തെ യൂത്ത് അപ്പോസ്തലന്മാർ നിന്ന പോലെ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു ദിവസം. ഹെവൻലി ഫിസ്റ്റിലെ യൂത്ത് എന്ന് പറഞ്ഞാൽ എന്തിനും തയ്യാറായി, അതുപോലെ സമർപ്പിക്കുന്ന ഒരു ലെവലിലുള്ള ഒരു ലെവൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കർത്താവ് ചെയ്യിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ആർക്കും നിൽക്കാനൊക്കത്തില്ല. ആ യൂത്ത് ഇടിച്ച് കയറുമ്പോൾ ആർക്കും നിൽക്കാനൊക്കാത്ത ഒരു സുവിശേഷ വേലെന്ന് പറഞ്ഞാൽ എന്തിനും അവർ റെഡിയായിരിക്കും, എന്തിനും അവർ റെഡിയായിരിക്കും. കാര്യം ഒന്ന് അടിച്ചാർപ്പോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കേട്ടോ റോണൊക്കെ അങ്ങനെ ഒരു ഗ്രൂപ്പാ നിങ്ങൾ അടുത്തത് കർത്താവ് ഇവിടെ എഴുന്നേൽപ്പിക്കുന്നു. ആമേൻ. എല്ലാവരും ഈ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം അവനെ പുകഴ്ത്തി. അന്ന് വരെ ചെറുപ്പക്കാരിൽ TNDയിൽ ഒരാളായിട്ട് അറിയപ്പെട്ട ജീസസിൻ്റെ മേൽ എല്ലാവരുടെയും കണ്ണായി. സ്തോത്രം. പിതാവ് ഒരാളെ ഉയർത്തിയാൽ, കർത്താവിൻ്റെ അഭിഷേകം ഒരാളുടെ മേൽ വന്നാൽ അവൻ ശ്രദ്ധാകേന്ദ്രമായി മാറും. ഇവൻ ജോസഫിൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട്, കർത്താവ് പ്രോഫറ്റാ, ഈ പറഞ്ഞ നിങ്ങൾ തന്നെ തിരിച്ചു തരും. കയ്യെപ്പിടിച്ച് പറഞ്ഞ് എല്ലാവരും പറയുന്നത്, പള്ളിക്കാർ പോലും പറയുന്നത് കേട്ട് പൊങ്ങിപ്പോരെന്ന് പറഞ്ഞാണ്. ഇന്ന് പൊക്കുന്നവർ നാളെ താക്കുമെന്ന് ആർക്കറിയാം? യേശുവിനറിയാം. യേശു പറഞ്ഞു, വൈദ്യ നീ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർനഹൂമിൽ ഉണ്ടായി കേട്ടതെല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. ഈ നിങ്ങൾ പൊക്കിയ നാക്കുകൊണ്ട് തന്നെ എന്നെ താക്കും. അതൊന്നും കേട്ട് ഞാൻ പൊങ്ങുകയില്ല. കയ്യപ്പെടുത്തിട്ട് എൻ്റെ പൊന്നു മോളെ, അടുത്തിരിക്കുന്നത് എൻ്റെ പൊന്നു സഹോദര, ഇടയ്ക്ക് നിങ്ങൾ എന്നെ പൊക്കും ഒന്ന് പറഞ്ഞേ. അതേ നാക്കുകൊണ്ട് താക്കും. ഞാൻ നിങ്ങളെ പൊക്കപ്പെടുന്ന ആളല്ല. ഇതേ മുകളിൽ നിന്നൊരു കരം എൻ്റെ കൂടെയുണ്ട്. ആ കരം എന്നെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. എനിക്ക് അവിടെ നിന്നുള്ള ഉയർച്ച മതി എന്ന് വിശ്വസിക്കുന്ന മക്കൾ കർത്താവിനെ സ്തുതിച്ചു. പോയി ദൈവസന്നിധിയിലിരുന്നോ, നിനക്ക് അടുത്ത ഉയർച്ച വരുന്നുണ്ട്. നീ ദൈവസന്നിധിയിൽ ഇരുന്നോ. വേണ്ട ആരെന്നെ ഉയർത്തുമെന്ന് പറഞ്ഞ് നടക്കത്തില്ല. ഉയർത്തുന്നവർ തന്നെ താക്കും, ഓർത്തോണം. എന്നാൽ കർത്താവ് നിന്നെ ഉയർത്തിയാൽ ലോകത്തിൽ ആർക്കും നിന്നെ താക്കാനൊക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗ്ലോറി നിൻ്റെ മേൽ വരും. ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ നീ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറ്റപ്പെടും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. മനുഷ്യരിലൊന്നും ആശ്രയിക്കരുത്, മനുഷ്യരുടെ വാക്കിലും ആശ്രയിക്കരുത്. അടുത്ത വാക്യം, ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല. കർത്താവ് തന്നെ പരിചയപ്പെടുത്തി, ഐ ആം എ പ്രോഫറ്റ്. എല്ലാവരും പറഞ്ഞോട്ടെ, ഐ ആം എ പ്രോഫറ്റ്. ആ യേശു അകത്തുള്ള വല്ലവരും ഇവിടെ ഉണ്ടോ? കാര്യം ഒന്ന് കാണാം. എടാ, പ്രോഫറ്റായ യേശു അകത്തുള്ള പ്രോഫറ്റുമാർ ഇവിടെ ഉണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിച്ച് അടുത്തിരിക്കുന്ന ആൾ ഐ ആം എ പ്രോഫറ്റ്. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ആദ്യമായി പരിചയപ്പെടുത്തത് ആരായിട്ടാ? ഐ ആം എ പ്രോഫറ്റ്. ഉറക്കെ പറഞ്ഞോട്ടെ. ദ പ്രോഫറ്റ് എന്ന് പറയാൻ പറ്റിയ യേശു മാത്രമാണ്. ദ അപ്പോസ്റ്റൽ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്റ്റൽ എന്ന് പറയാൻ പറ്റിയ ഒരു അപ്പോസ്റ്റൽ യേശു മാത്രം. സുവിശേഷകൻ യേശുവ, ഇടയൻ യേശുവ, അല്ലേ? ടീച്ചർ യേശുവ. ഈ 5 ശുശ്രൂഷകളും അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ട് ഒരാളെ ഉള്ളത് ആരാണ്? കർത്താവായ യേശു പറയണ ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുന്നുണ്ടല്ലോ, എവിടെങ്കിലും ഇതൊന്നുമില്ലാത്തിടത്ത് നമ്മൾ ചെന്നാൽ ഭയങ്കര ഡിമാൻഡാണ്. സ്തോത്രം. ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ എന്തല്ല
സമ്മതനല്ല എന്ന് ആ. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട്. ഞാൻ പ്രോഫസിയിലെയും പ്രോഫറ്റിക് ആക്ടിലേക്കും വരിക. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട്. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. ദൈവമക്കൾക്ക് ലോകത്തിലുണ്ടാകുന്ന ഒരു സാഹചര്യവും തകർച്ചയ്ക്കല്ല. മാർക്കറ്റ് ഇടിഞ്ഞാലും കൊള്ളാം, മാർക്കറ്റ് പൊങ്ങിയാലും കൊള്ളാം. നീ ദൈവ പൈതലാണോ, അതിനകത്തൂടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വേണ്ടിയവർ പിടിച്ചോണം. നിന്നെ തകർക്കാൻ പറ്റിയ ഒരൈറ്റവും സാത്താൻ്റെ കയ്യിലില്ല. കയ്യെ പിടിച്ച് പറഞ്ഞാട്ടെ. നിനക്കെതിരെയുള്ള മൊത്തം ആയുധവർഗം, അത് ഭൗതികമടക്കം മാർക്കറ്റ് അടക്കം എന്തുമാകട്ടെ, ചിലപ്പോൾ പ്രശ്നമെന്ന് നിനക്ക് തോന്നുന്നത് പോലും കർത്താവ് കറക്കി അടിച്ച് നല്ലതായിട്ട് മാറ്റും. ചെയ്തിരിക്കും.